ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മെയ് മന്തിലെ ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഈ മന്തിൽ നടന്ന കുറച്ച് സ്പെഷ്യൽ മൂമെൻറ്റ്സും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ജേർണലിൽ റെക്കോർഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് കേട്ടോ ഈ വീഡിയോ. ഇന്ന് എത്ര പെട്ടെന്നാണ് പോയത്. ഈ മന്ത് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് മെമ്മറീസും എൻ്റെ തോട്ട്സും എല്ലാം ഞാൻ എൻ്റെ ഈ ജേർണലിൽ എഴുതാനാണ് വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ മന്ത് എൻ്റെ ആയപ്പോൾ ഞാൻ പ്രൗഡാണ്. ബിക്കോസ് ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് സംതിങ് ന്യൂ. ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറുതായിട്ട് എൻ്റെ ഐഡിയയിൽ എന്താ അപ്പോൾ വരുന്നത് വെച്ചാൽ അതുപോലെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുക. ഇത് നമ്മളെ തുറന്നു നോക്കാനോ നമ്മളെ ജഡ്ജ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടാവില്ല. ഇനി നമ്മുടെ പേഴ്സണലായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ചെയ്ത് വയ്ക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ഇപ്പോൾ ഷെയർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ട് തന്നെ ഇതുപോലെ ഒരു ഡയറി എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ജേർണൽ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ മതി. അതിപ്പോൾ ഒരു പെന്നായാൽ കൂടി ആ പെന്ന് വെച്ചിട്ടാണെങ്കിലും നമുക്കത് എഴുതിയെടുക്കാം. അത്രയും നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ ഓക്കെ ആവാൻ ഈ ജേർണൽ നമുക്ക് ഒരു ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ജേർണൽ ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് ഡിസിഷനായിരിക്കും നമ്മുടെ ഈ ജേർണൽ ഓർ ഡയറി എഴുതുന്നത്. ഡയറി എഴുതുന്നത് ചെറുപ്പം മുതലേ ഉള്ള ഇതാണെങ്കിൽ നമുക്കത് ഈ ജേർണലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിക്കേഴ്സ്, എൻ്റെ കയ്യിൽ കവായി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് അതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ ജേർണൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ജേർണലിലെ ഫൈനൽ ലുക്ക്. ഞാൻ അതുപോലെ ഒരു കോട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ജേർണൽ.